ഹായ് ഗായ്സ്, അച്ചൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്ന വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങാമല്ലോ. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പാത്രം നന്നായിട്ട് ചൂടായപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്, അത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് ചൂടാവണം. നല്ല പച്ചമണമൊക്കെ മാറി നല്ല ബ്രൗൺ പരുവത്തിൽ ആവണം. ഇനി വെളുത്തുള്ളി നന്നായിട്ട് ബ്രൗൺ രൂപത്തിലായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. എനിക്ക് വീഡിയോ പഠിക്കുന്നത് എൻ്റെ ഇളയ മോളാണ്, കുഞ്ഞാത്ത. അവൾക്കത്ര പറ്റണില്ലെങ്കിലും അവൾ വീഡിയോ പിടിക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആ എണ്ണയിൽ വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനോടൊപ്പം 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് വാടി. പിന്നെ 1 സ്പൂൺ ഉപ്പും നന്നായിട്ട് വാടി കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് വാടട്ടെ. ആ സമയത്തിനുള്ളിൽ ഞാൻ ബാക്കി ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വരാം.
അപ്പോൾ ഉള്ളി ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതിൻ്റെ നച്ചവണ്ണം മാറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് എരിവുള്ള കറിയാണ് ഇഷ്ടം, അതുകൊണ്ട് 3 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ അതിലോട്ട് ചേർത്തത്. അത് നന്നായിട്ട് ഇനി പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മൾ തീ കൂട്ടിയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മൂത്ത് പോകും പൊടി. അതുകൊണ്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ചെയ്യാവൂ. ഇനിയിപ്പോൾ നമ്മളതിലോട്ട് 1 സ്പൂൺ 1.5 സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ കറി മസാല 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറി മസാല അതിനോടൊപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളൂ, കാരണം ഇവർ 2 പേർക്ക് മാത്രമാണ് ചിക്കൻ കറി, നമുക്ക് മീൻ കറിയാണ്. അതുകൊണ്ട് ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഇനി ഈ പൊടി നന്നായിട്ട്, ഈ അരപ്പ് പൊടി നന്നായിട്ട് കിടന്നൊന്ന് പെരളണം. കാരണം അതെല്ലാം കൂടി ചിക്കനിലോട്ട് ഇറങ്ങി വരണം, മസാലകളെല്ലാം കൂടെ. എങ്കിലേ അത് ടേസ്റ്റ് ഇതാകത്തുള്ളൂ. ഞാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ മസാല പെരട്ടിയൊന്നും ചിക്കൻ വെക്കാറില്ല. അതെനിക്കിഷ്ടമല്ല. കാരണം ഞാൻ ആഡ് ചെയ്തതിന് ശേഷമാണ് പൊടിയൊക്കെ തന്നെ ചിക്കൻ മാത്രമാണ് അതിലിട്ട് കൊടുത്തിട്ട് അതങ്ങ് കിടന്ന് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഗ്രേവി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി പൊടികളെല്ലാം ചിക്കനിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ ചേർക്കാൻ ഇപ്പോൾ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുള്ളിലെല്ലാം കൂടെ കിടന്നിട്ടൊന്ന് ആയിക്കോളും. അപ്പോൾ ചിക്കൻ റെഡി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഗൈസ്, എല്ലാവരും വീഡിയോ കാണും, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ലൈക്കും ചെയ്യണം. ടാറ്റാ, ബൈ.